ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വ്ളോഗ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള പൂരത്തിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗാണ് ഉദ്ദേശിക്കുന്നത്. എന്താവും എന്നറിയില്ല. അപ്പോൾ ഇന്നലെ ആയിരുന്നു കേട്ടോ ഇവിടെ വേല മീൻസ് നമ്മൾ 11 ദേശത്തെത്തിയും ആനകളും കൊട്ടൊക്കെ ആയിട്ട് ഇന്നലെ ആയിരുന്നു ആ പരിപാടി. ഇന്ന് നമുക്ക് രാവിലെ എല്ലാവരും വീട്ടിലേക്ക് പൂരങ്ങൾ വരും. പിന്നെ രാവിലെ അവിടെ ശീവേലി ഉണ്ടാവും അമ്പലത്തിൽ. പിന്നെ 4 മണിയൊക്കെ ആകുമ്പോൾ അത് കൊട്ടി ഇറങ്ങും. പിന്നെ രാത്രിയും ശിവേലി, പിന്നെ വെടിക്കെട്ട്, അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്ന വ്ളോഗിൽ ഉൾപ്പെടുത്താൻ. എന്താവും എന്നറിയില്ല. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടപ്പോ നാഴിയിലറിയാം. ഗൈസ്, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. ഞങ്ങൾ അടുത്തുള്ള വീട്ടിലാണ് ഇന്ന് രാവിലത്തെ ഫുഡ്. അപ്പോൾ ഞങ്ങളെല്ലാവരും അടുത്തുള്ള എല്ലാവർക്കും ഈ വീട്ടിലാണ് ഇന്ന് ഫുഡ്. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഫുഡ് കഴിക്കാൻ. ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഫുൾ കലപില ചെയ്യണ്ടിട്ട് ഞാൻ ഓൺ വോയിസ് ഇവിടെ കൊടുക്കണേ. അപ്പോൾ ഇതാ ഫുഡ് വിളമ്പാണ്. ഇഡ്ഡലി, നൂൽപുട്ട്, കുറുമ, സാമ്പാറും കേട്ടോ, ചമ്മന്തി. ഗൈസ്, ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ അല്ലേ? എങ്ങനെയുണ്ട്? ഞങ്ങള് ഫുഡ് കഴിക്കല് കഴിഞ്ഞു കേട്ടോ. ഇനിയാണ് ഞങ്ങൾ അമ്പലത്തിൽ പോണത്. ഞങ്ങക്ക് ഇവിടുന്ന് ഒരു 3 മിനിറ്റേ ഉള്ളൂ നടക്കാനുള്ള ദൂരമുള്ളൂ. പക്ഷെ ഞങ്ങള് സ്കൂട്ടിയിലാട്ടോ പോണത്. പട്ടുപാടൊക്കെ ഇട്ടോണ്ട് ഇനിയിപ്പോ നടന്നു പോണ്ടേ വിചാരിച്ചിട്ട് നടന്നിട്ടല്ലേ പോണത്. 3 കൂടിയാട്ടോ ഇനി അമ്പലത്തിൽ പോണത്. ഞാനൊരു സ്കൂട്ടിയിലും ഇവര് വേറെ സ്കൂട്ടി. അപ്പൊ ഞാനിനി അമ്പലത്തിന്റെ അവിടെ എത്തിയിട്ട് വീഡിയോ കാണിച്ചു തരാം. ഞാൻ വീട്ടിലെത്തിട്ടോ. ഫോൺ അപ്പേക്ക് ചാർജ് പോയി. എന്നിട്ട് കുത്തി വെച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഞങ്ങൾ ആ ഡാൻസ് കഴിഞ്ഞപ്പോൾ, ഡാൻസ് അല്ല, ആ കളി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോകുന്നുണ്ടോ. എന്നിട്ട് ഫോൺ അപ്പേക്ക് ഫുള്ള് കഴിഞ്ഞ് ഫോൺ ഡൗൺ ആയി. ആനേനെ കണ്ട പ്രഹസനം കേട്ടോ ഞങ്ങൾ 4 പേരും കൂടി കാണിക്കുന്നത്. ആനേനെ തൊടണോ? വേണ്ടേ? അച്ചുവേട്ടൻ തൊടുട്ടോ. അച്ചുവേട്ടൻ തൊടും ആനേനെ. അച്ചു തൊടില്ലേ?
ഞങ്ങളെല്ലാവരും കൂടി 2 മണിയൊക്കെ ആയിട്ട് ഫുഡ് കഴിക്കാൻ. ചില ഏരിയയിലൊക്കെ ഉണ്ടല്ലോ നോൺ വെജ് ഒക്കെ ഉണ്ടാക്കും ഫുഡ്. ഞങ്ങളവിടെ വെജിറ്റേറിയൻ ആയിട്ട് ഉണ്ടാക്കുക വിത്ത് പായസം ഉണ്ടായിരുന്നു. ഞാൻ ഫുഡ് കഴിക്കാട്ടോ. അമ്മായി സ്റ്റാൻഡേർഡ് ആയിട്ടിരിക്കും. കഴിക്കേ ഗായ്സ്, ഫുഡ് കഴിച്ചിട്ട് ഞാൻ ഫുൾ ഉറങ്ങി. ഇപ്പം സമയം 4 മണിയായിരുന്നു. ഇനി 4:30 അവിടെ പരിപാടി ഉണ്ട്. അപ്പം ഞങ്ങൾ പോവാട്ടോ ഗായ്സ്. ഞങ്ങൾ 4 മണിക്കുള്ള ഇറക്കം കാണാൻ പോവാട്ടോ. ബാക്കി എല്ലാവരും പോയി. ഞാനും അശ്വതി അമ്മയും കൂടി കേട്ടോ പോവാള്. വെയിലാണടി. ഇത്രയുള്ളൂ ഇറങ്ങിയ ഞാനമ്മങ്ങാടിക്കോ ആനേനെ കണ്ടോ? എങ്ങനെയുണ്ട് ആന? ഇഷ്ടപ്പെട്ടോ? സൂപ്പറാ. ആ വെയ്ക്കില്ലാന്നോ? അപ്പൊ അതാ പോണതാരാ? ഒരു ആനക്ക് സ്റ്റെപ്പ് കയറാൻ വെക്കില്ല അത്ര. എന്നിട്ടപ്പൊ അതാ പഠിപ്പിച്ച് ആരാ ഇറങ്ങാൻ പഠിപ്പിച്ച ആനേനെ? ഇവരൊക്കെ ഡ്രസ് കോഡാട്ടോ. മാതൃസമിതി ടീംസാ. ആനമങ്ങാട് പോയപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് ടൈം ആവും ഇങ്ങോട്ട് തിരിച്ചു വരണമെങ്കിൽ. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി പൂരപ്പറമ്പയ്ക്ക് ഇറങ്ങിയിട്ടോ. ഇവിടെ പൂരപ്പറമ്പയ്ക്ക് ഞങ്ങൾ ഗ്യാങ്ങായി ഇറങ്ങിയാൽ ഓരോരുത്തരും ഓരോ കടേൻ്റെ മുന്നിൽ സ്റ്റെക്കാവും. പിന്നെ അവരെ കണ്ടുപിടിക്കണം. ഞങ്ങളിങ്ങനെ കടയിൽ കയറും ക്യാഷൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ നടക്കായിരുന്നു. ഞങ്ങൾ ചായക്കടയ്ക്ക് പോവാട്ടോ. എവിടെ പോയോ? ഇവരെല്ലാവർക്കും സ്റ്റെക്കായോണ്ടാ. പക്ഷെ ഇവിടെ ഇതൊരു ഫുഡ് ബ്ലോഗായി മാറുന്നൊക്കെ തോന്നുന്നു. പൂരം ബ്ലോഗായല്ലോ. എല്ലാം മറക്കുന്ന ദിവസമാണ്. റീലോഡ് ചെയ്യണം. റീലോഡ് ചെയ്യേ. വേണ്ട കുളിക്കണ്ട. ഞങ്ങൾക്കൊരു ഇതാണ് കേബേജ് വരി.
ഞങ്ങളിപ്പോ വെടിക്കെട്ടിന് വേണ്ടിയിട്ട് ഞങ്ങൾ പാടത്തിന്റെ അവിടെ വന്നിരിക്കാട്ടോ. ഞങ്ങള് വെടിക്കെട്ട് കാണാൻ വേണ്ടിട്ട് ഞങ്ങളെ 2025 പൂരം കലാശനിക്കാവോ. അപ്പൊ ഞങ്ങള് അടുത്ത കൊല്ലം ഇതിലേറെ ഉഷാറായിട്ട് വരും. ഇത് ഫസ്റ്റ് കൊല്ലമായതുകൊണ്ട് ഞങ്ങൾ വ്ളോഗ് ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യും. ഞങ്ങളെ പൂരത്തിന്റെ എല്ലാതും കഴിഞ്ഞിട്ടോ. ഇനി ഞങ്ങള് വീട്ടിൽ പോവുകയാണ്. അപ്പൊ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.